നമസ്കാരം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളിൽ നിർണായകമായ കണ്ടെത്തൽ. 6-ാം പോയിന്റിലെ തെരച്ചിലിൽ അസ്ഥികൾ കണ്ടെത്തി. പ്രദേശത്തെ തെരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതായിട്ടാണ് വിവരം. സാക്ഷി പറഞ്ഞ 6-ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത്. പുരുഷന്റെ അസ്ഥികൂടമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാലും ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പ്രദേശത്ത് തിരച്ചിലിനായി 13 സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തത്. അതിൽ 5 ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്നാണ് 6-ാമത്തെ സ്പോട്ടിൽ പരിശോധന ആരംഭിച്ചത്. ഇവിടെ നിന്നാണ് അസ്ഥികൾ കണ്ടെടുത്തത്. മനുഷ്യന്റെ അസ്ഥിയാണോ എന്ന് സ്ഥിരീകരിക്കാനായി ഫോറൻസിക് സംഘം പരിശോധന നടത്തും. പരിശോധനയ്ക്കിടെ ഇന്നലെ ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും വാനിറ്റി ബാഗും തിരിച്ചറിയൽ രേഖകളും ലഭിച്ചിരുന്നു. ലഭിച്ച തെളിവുകൾ അന്വേഷണത്തിൽ വഴിത്തിരിവായേക്കും. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് വിശദമായ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. 5-ാമത്തെ പോയിന്റ് മുതൽ 12-ാമത്തെ പോയിന്റ് വരെ കുഴിച്ചാണ് ഇന്നത്തെ പരിശോധന. കാണാതായ കേസുകൾ ഉൾപ്പെടെ പരാതി അറിയിക്കാനായി മംഗളൂരു കതിരിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. തെരച്ചിലിന്റെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ SIT അംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘ തലവൻ പ്രണബ് മൊഹന്തി. സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ 8 പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ ഇനി 3 കാടിനുള്ളിലാണ്. 4 പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ്. മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആജ്ഗുരിയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ്. ഫോറൻസിക് വിദഗ്ധർ, വനം ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആന്റി നക്സൽ ഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലാളികൾ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് പരിശോധനയ്ക്കായി ഉള്ളത്. അതേസമയം 2003 ധർമ്മസ്ഥലയിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ N. മഞ്ജുനാഥ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് ഏറെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നേത്രാവതി തീരത്തെ ഖനന സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്ന് കീറിയ ചുവന്ന ബ്ലൗസ്, പാൻ കാർഡ്, 2 ATM കാർഡുകൾ എന്നിവയുൾപ്പെടെ പ്രധാന വസ്തുക്കൾ കണ്ടെടുത്തതായിട്ടായിരുന്നു മഞ്ജുനാഥിന്റെ പത്രക്കുറിപ്പ്. 2 ATM കാർഡുകളിൽ ഒന്നിൽ പുരുഷനാമവും മറ്റൊന്ന് ലക്ഷ്മി എന്ന പേരിലുള്ളതാണെന്നും ഇദ്ദേഹം പറയുന്നു. എന്നാൽ ഇതുവരെ അത്തരം വീണ്ടെടുക്കലുകളൊന്നും നടന്നിട്ടില്ല എന്നായിരുന്നു SIT വൃത്തങ്ങൾ പറഞ്ഞത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കര 13 ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് സൈറ്റ് നമ്പർ 1, 2, 3 2 വീതം മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 4, 5 സൈറ്റുകളിൽ ഒരുമിച്ച് 6 മൃതദേഹങ്ങളുണ്ട്. 6, 7, 8 സൈറ്റുകളിൽ ആകെ 8 മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 9 6 മുതൽ 7 വരെ മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 10 3 മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 11 9 മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 12 4, 5 വരെ മൃതദേഹങ്ങളുണ്ട്. സൈറ്റ് നമ്പർ 13 ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ ആദ്യ 3 സൈറ്റുകളിൽ കുഴിച്ചിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. ഹിന്ദുമത ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണമെന്ന ആവശ്യമായിട്ടാണ് സുജാത ഭട്ട് ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെ പത്മനാഭ നഗർ നിവാസിയും CBIയിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറുമാണ് സുജാത ഭട്ട്. 2003 മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്നും 1-ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് പോയത്. പിന്നീട് കുട്ടിയുടെ വിവരമൊന്നും ലഭിച്ചില്ല. സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാതായ വിവരം അമ്മ സുജാത അറിയുന്നത്. കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ 2-3 ദിവസമായി അനന്യയെ കാണാനില്ല എന്ന വിവരം അവരും പറഞ്ഞു. കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു. അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു. പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചിരുന്നില്ല. തന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു. എന്നെ അധിക്ഷേപിച്ചാണ് അവർ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കിയതെന്ന് സുജാത ഭട്ട് നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഡെയെ സമീപിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ആ രാത്രിയിൽ നിരാശയുടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ടെന്ന് അവകാശപ്പെട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. സുജാതയെ കെട്ടിയിട്ട് വാ മൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു. മിണ്ടാതിരിക്കാൻ അവർ ഭീഷണിപ്പെടുത്തി, ആക്രമിച്ചു. ഒടുവിൽ തൻ്റെ തലയിലടിച്ചുവെന്നും സുജാത പറഞ്ഞു. അതോടെ ഇവരുടെ ബോധം പോയി. 3 മാസത്തോളം സുജാത കോമയിലായിരുന്നു. ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ്. എങ്ങനെ അവിടെ എത്തിയെന്നും ഓർമ്മയില്ല. ID, ബാങ്ക് രേഖകൾ, സ്വകാര്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു. ആ ആക്രമണത്തിൽ തലയിൽ 8 തുന്നലുകൾ വേണ്ടിവന്നു. സുജാത എന്ന ഒറ്റയാളിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തൻ്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മ ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നത്.